പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ സ്വീറ്റ് കോൺ വെച്ചിട്ട് വേറെ ഒരു വിഭവം ഉണ്ടാക്കാൻ പോവാണേ. അപ്പം അത് നമ്മളിങ്ങനെ ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പോൾ അതിങ്ങനെ അടത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് കോൺ ഗ്രൈൻഡ് ചെയ്തത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ അടയാണേ ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റുള്ളൊരു അടയാണ്. എന്നിട്ട് നമ്മൾ അടയുടെ പരുവത്തിന് കുഴച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് തേങ്ങയും എടുത്തിട്ടുണ്ട്, ശർക്കര എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അട ഉണ്ടാക്കുന്നത് വാഴയിലല്ല, അതിൻ്റെ സ്വീറ്റ് കോണിൻ്റെ തന്നെ പുറത്തെ ലീഫിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ചുമ്മാതെ പറയാമല്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് അതിനെ പിന്നെ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ അട പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലീഫ് അതിൻ്റെ കുറവായിരുന്നു, ഒരു കോണിൻ്റെ ഇല ഉള്ളായിരുന്നു. അപ്പോൾ ഒരു 4-5 അങ്ങാണ്ടേ ഉള്ളായിരുന്നു പത്ത, അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഞാൻ കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ സ്വീറ്റ് കോണൊക്കെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ടത് കൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഏലക്കായുടെയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മൈദയ്ക്കകത്തും ഇതുണ്ടാക്കാം, ഗോതമ്പ് പൊടിക്കകത്തും ഉണ്ടാക്കാം. ഞാൻ ഗോതമ്പ് പൊടിക്കകത്താണ് ഉണ്ടാക്കിയത്. ഞാൻ സ്വീറ്റ് കോൺ വെച്ചിട്ട് ഗാർലിക് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നേ.